കെ.പി. യോഹന്നാനെ കൊല്ലാൻ ശ്രമിച്ചതാര്? 2 വർഷങ്ങൾക്ക് മുമ്പ് i2 ന്യൂസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. കെ.പി. യോഹന്നാന് ഓർത്തഡോക്സ് സഭയിലെ അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ തോമസ് മാർ അത്താനാസ്യോസിന് സംഭവിച്ചതുപോലെ സംഭവിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നു. കൂടെയുള്ളവർ തട്ടി വാഴച്ചോട്ടിലിടും എന്നാണ് അന്ന് പറഞ്ഞതെങ്കിലും അതിന് സ്വല്പം മാറ്റം വന്നു എന്നേ ഉള്ളൂ. സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് നിരവധി സ്കൂളുകളടക്കം 5000 കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന തോമസ് മാർ അത്താനാസ്യോസ് ഗുജറാത്തിൽ നിന്നും ചെങ്ങന്നൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ എറണാകുളം പുല്ലേപ്പടിയിൽ ട്രെയിനിൽ നിന്ന് എടുത്തെറിഞ്ഞ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ തട്ടിയെടുക്കുവാൻ നടത്തിയ കൊലപാതകമാണ് എന്ന പരാതിയെ തുടർന്ന് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ സുവിശേഷവത്കരണത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ ഒരു സഭ സ്ഥാപിക്കുകയും സ്വത്തുക്കളുടെ നല്ലൊരു ഭാഗവും സഭയുടെ ഭദ്രാസനങ്ങളുടെ പേരിലാക്കുകയും ഭദ്രാസനാധിപന്മാരെ അതിന്റെ ചുമതലക്കാരാക്കുകയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടുകയും മെഡിക്കൽ കോളേജുകളടക്കം നിരവധി പ്രസ്ഥാനങ്ങൾ തുടങ്ങി അങ്ങനെ കണക്കില്ലാത്ത സ്വത്തിന്റെ അധിപനുമായ കെ.പി. യോഹന്നാൻ ഏത് നിമിഷവും കൂടെയുള്ളവരാൽ കൊല്ലപ്പെടാം എന്നതാണ് നിലവിലെ അവസ്ഥ. അങ്ങനെ ഇരിക്കെയാണ് ബിഷപ്പ് കെ.പി. യോഹന്നാൻ അമേരിക്കയിൽ വാഹനാപകടത്തിൽപ്പെട്ടു, പരിക്കുകൾ അതീവ ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ബിലീവേഴ്സ് ചർച്ച് മേധാവി കെ.പി. യോഹന്നാൻ മെത്രാപ്പോലിത്തയ്ക്ക് അമേരിക്കയിൽ റോഡപകടത്തിൽ ഗുരുതര പരിക്കേറ്റുവെന്നും ഡാലസിൽ ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 5:15 അപകടം നടന്നത്. ഡാലസിലെ ബിലീവേഴ്സ് ചർച്ച് കോമ്പൗണ്ടിന് പുറത്തുള്ള റോഡിൽ കൂടി നടക്കുമ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. കാർ പോലീസ് പിടികൂടി. തലയ്ക്കും നെഞ്ചിനും സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടനെ തന്നെ വിമാനമാർഗം ഡാലസിലെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവിടെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. 4 ദിവസം മുമ്പാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത്. ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നുമാണ് വിവരം. കെ.പി. യോഹന്നാന്റെ ചില കുടുംബാംഗങ്ങളും പേരിൽ പള്ളിയുള്ള ചില സുപ്രധാന ചുമതലകൾ വഹിക്കുന്ന ഒരു പാതിരിയും ഇദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ വെച്ച് തീർത്താൽ അപകടമാണ്, അതുകൊണ്ടാണ് അമേരിക്കയിൽ വെച്ച് ഇത്തരമൊരു അപകടം ആസൂത്രണം ചെയ്തെന്നുമാണ് വിവരം. ബിലീവേഴ്സിന്റെ അതീവ സുരക്ഷാ മേഖലയിലുള്ള കോമ്പൗണ്ടിൽ വെച്ചാണ് ഈ അപകടം നടന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കേരള സർക്കാരും കെ.പി. യോഹന്നാനും ചേർന്ന് നടത്തുവാൻ പദ്ധതിയിട്ട സ്വപ്ന പദ്ധതിയായ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ നടപടി. ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. പക്ഷേ എന്തുകൊണ്ടോ കെ.പി. യോഹന്നാൻ പെട്ടെന്ന് കടകം മറിഞ്ഞു. അതുവരെ കേരള സർക്കാരുമായി തോളോട് തോൾ നിന്ന കെ.പി. യോഹന്നാൻ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി.ജെ.പിക്ക് പത്തനംതിട്ടയിൽ പരസ്യ പിന്തുണയുമായി വന്നിരുന്നത് വളരെയേറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇ.ഡി. കേസ് ഒതുക്കുവാനാണ് ഈ പരസ്പര സഹകരണം എന്നത് ഒരു വസ്തുതയാണ്. കെ.പി. യോഹന്നാനെ കൊല്ലുകയോ ജീവശവമാക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് കൂടെയുള്ള തീവട്ടികൾ. അതുകൊണ്ട് തന്നെ കെ.പി. യോഹന്നാൻ ഇനിയൊരു തിരിച്ചുവരവ് നടത്തുകയാണെങ്കിൽ അതൊരു മഹാത്ഭുതം ആയിരിക്കും. എന്നാൽ സംഗതി ഇതൊന്നുമല്ല. സാമ്പത്തിക തിരിമറി കേസിൽ അകത്തു പോകുവാൻ സാധ്യതയുള്ളതിനാൽ ഇതൊരു നാടകമാണെന്ന് പറയുന്നവരുമുണ്ട്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ 1979 സുവിശേഷ പ്രസ്ഥാനം തുടങ്ങി ആത്മീയ വ്യവസായ രംഗത്തേക്ക് വന്ന കെ.പി. യോഹന്നാൻ ആത്മീയ യാത്ര എന്ന പേരിലെ റേഡിയോ പരിപാടിയിലൂടെയാണ് ശ്രദ്ധേയനായത്. പണം കുമിഞ്ഞുകൂടിയപ്പോൾ പെന്തക്കോസ്റ്റ് ലൈൻ മാറ്റിപ്പിടിച്ച് യോഹന്നാൻ ഏറ്റവും ഒടുവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ ഒരു സഭ രൂപീകരിച്ച് സ്വയം മെത്രാപ്പോലിത്തയായി അവരോധിതനുമായി. മോറാൻമാർ അത്തനേഷ്യസ് യോഹാൻ എന്നാണ് ഔദ്യോഗിക നാമവും സ്വീകരിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കലടക്കം കേസുകളുടെ പേരിൽ 2020 നവംബറിൽ ആദായനികുതി വകുപ്പ് തുടർച്ചയായി നടത്തിയ റെയ്ഡുകളോടെ പ്രതിരോധത്തിലായ ബിലീവേഴ്സ് ചർച്ച് പലവഴിക്ക് ശ്രമിച്ച് അതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുവാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കെ.പി. യോഹന്നാന് ഒരു മരണമുണ്ടായാൽ അത് കൂടെ നിൽക്കുന്നവരുടെ അറിവോടുകൂടി മാത്രമേ ഉണ്ടാവൂ എന്നതാണ് നിലവിലെ സ്ഥിതി. പിണറായി വിജയന്റെ സ്വകാര്യ വിദേശ പര്യടനം നടക്കുന്ന അവസരത്തിലാണ് ഇത്തരമൊരു അപകടം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.